സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംഘടിപ്പിച്ച ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ശതാബ്ദി സന്ദേശയാത്ര 10 ദിവസം നീണ്ടുനിന്ന യാത്ര ഇന്ന് മംഗലാപുരത്തിൻ്റെ ഈ ഒരു മൈതാനിയിൽ വളരെ വിജയകരമായി പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമയമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം ഈ ഒരു മൈതാനത്തിലേക്ക് 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. സമസ്തയുടെ ഒരു വലിയ കർണാടകയുടെ സംസ്ഥയുടെ സമ്മേളനമായിട്ട് ഈ ഒരു സമ്മേളനം രൂപാന്തരം പ്രാപിക്കുന്നു. ഇപ്പോൾ ഈ വേദിയിൽ നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ആരവമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതോടൊപ്പം തന്നെ വേദിയിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് മൈക്ക് നമ്മൾ തൽക്കാലം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നിയമത്തെ മാനിച്ചുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ സമയം അവസാനിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വേദിയിൽ ഈ യാത്രയിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള മെമൻറ്റോകളും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം തന്നെ വേദിയിൽ പലതരത്തിലുള്ള കൈമാറ്റങ്ങളും അഥവാ പ്രകാശനങ്ങളും മറ്റുമൊക്കെ പ്രാദേശികമായും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട യാത്രയുടെ അനുഭവം 10 ദിവസം കിലോമീറ്ററുകൾ ഏകദേശം 3000-ഓളം കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ടാണ് ഓരോ യാത്രികരും ഈ സ്ഥിര അംഗങ്ങളും ഈ വേദിയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കാനുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രായം ഉള്ള ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു യാത്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ യാത്രയിൽ സമാപനത്തിൽ നിന്ന് ഇവിടെ നിന്ന് പിരിയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു യാത്ര അത് വിജയകരമായി പര്യവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരാവേശവും ഒരാനന്ദവും എല്ലാവരുടെയും മുഖത്തുണ്ട്, മനസ്സിലുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ യാത്രയുടെ സമാപനം ഇവിടെ കുറിക്കുന്നത്. ഇപ്പോൾ വേദിയിൽ സ്ഥിരാംഗങ്ങളെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ടൊരു യോഗം ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ ഒരു യോഗം എന്ന് പറയുന്നത് ഒരു വിലയിരുത്തലും ജിഫ്രി തങ്ങൾ ഈ വേദിയിൽ നിന്ന് പോയിട്ടുണ്ട്. MT ഉസ്താദ് ഉൾപ്പെടെയുള്ള ജമലുല്ലി തങ്ങൾ ഉൾപ്പെടെയുള്ള സലാം ബാക്കവി അടക്കമുള്ള മൊയ്ൻകുട്ടി മാഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വേദിയിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ഈ ഒരു വിലയിരുത്തലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കലുമൊക്കെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു വിധി അത്ര മനോഹരമായി സംവിധാനിക്കപ്പെട്ട ഒരു വേദി. ഇതിൽ നേരത്തെ ഗസ്റ്റുകളൊക്കെ ആയിരുന്നു വേദിയിലുണ്ടായിരുന്നെങ്കിൽ ഇനി സ്ഥിരാംഗങ്ങളാണ്. ഏകദേശം 300-ഓളം വരുന്ന സ്ഥിരാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് യാത്രയിൽ പങ്കെടുക്കാൻ വന്ന 10-200-ഓളം വരുന്ന സ്ഥിരാംഗങ്ങൾ വേറെയുമുണ്ട്. ഏതായാലും ഔദ്യോഗികമായി 300-ഓളം സ്ഥിരാംഗങ്ങളാണ് നമുക്കുള്ളത്. ആ സ്ഥിരാംഗങ്ങളെയെല്ലാം വേദിയിലേക്ക് കയറ്റി ഇവരുടെ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഒരു സമയവും സന്ദർഭമാണ് ഇവിടെയുള്ളത്. SKSF-ൻ്റെ വിക്കായുടെ പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ട് മറ്റൊരുപാട് ആളുകളുണ്ട്. പ്രാദേശികമായിട്ടുള്ള വിക്കായുടെ പ്രവർത്തകരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഈ ഒരു യാത്രയുടെ വിജയം. കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ 19-ന് ആരംഭിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്ര വലിയൊരു വിജയമായി ഇത് പര്യവസാനിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്ന ഒന്നേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയുടെ വിജയത്തെ വളരെ മനോഹരമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ അതിൻ്റെ തങ്കലിപികളിൽ ഈ ഒരു യാത്ര അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഇപ്പോൾ വേദിയുടെ പ്രവേശന കവാടത്തിൽ അല്പസ്വല്പം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേദിയിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ ഉസ്താദുമാരുമായും ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട ആളുകളോട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ആരായേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു വേദിയിലേക്ക് കടക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. വിക്കായുടെ പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. ഒരു പക്ഷേ ഈ മീറ്റിങ്ങിലേക്ക് നമ്മൾ ഉൾപ്പെടെ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്ക് നൽകും. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരണം. കാരണം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനും ഒക്കെ ഉണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസിംഗ് സെറിമണിയിൽ നമ്മൾ കാണുന്നത്. യാത്രയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് അലാവുദ്ദീൻ ഫൈസി ഉസ്താദ് അവர்கள். ഉസ്താദിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കാരണം ഉസ്താദെ, നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ യാത്ര ചരിത്രത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു കയറി. ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ,
വലിയ ആവേശം, സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, സന്തോഷം നിറഞ്ഞ വല്ലാത്തൊരാവേശം. കാരണം നമ്മുടെ പ്രവർത്തകർ ജനസഞ്ചയം നിറഞ്ഞ് കവിഞ്ഞ് പരന്നൊഴുകി എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ സ്വീകരണം കഴിയുന്തോറും വല്ലാത്ത ആവേശം. അൽഹംദുലില്ലാ, ഇതിൽ പങ്കാളികളാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതൊരു തരംഗമായി. ഈ സുപ്രഭാതം ഓൺലൈൻ ചാനലിലൂടെ നമ്മുടെ റാഷി ഒരു തരംഗമായി. ഇതിൽ എന്നോട് സ്വകാര്യമായി പലരും പറഞ്ഞു, ഇതിൽ ഈ യാത്രയിലെ ഒന്നാമത്തെ താരം സയ്യിദുൽ ഉലമയാണ്, പിന്നെ ചില താരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എണ്ണിപ്പറഞ്ഞതിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ, റാഷിദും ഞാനൊക്കെ. കാരണം അനൗൺസ് ചെയ്യാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇതിൽ ഇടപെട്ടു എന്ന നിലയിൽ അൽഹംദുലില്ലാ ആ വലിയ കൃതജ്ഞതയും സന്തോഷവും ചാരിതാർത്ഥ്യവും പ്രേക്ഷകരുടെ മുന്നിലും അറിയിക്കുകയാണ്. ഈ വേദിയിൽ കാണുന്നതാണ് യാത്രയിലെ സ്ഥിരാംഗങ്ങൾ. ഇവരെല്ലാവരെയും ഒരേ സമയത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. വലിയ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു യാത്രാ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഈ യാത്രയുടെ മുൻപിലേക്ക് പലപ്പോഴും നമ്മൾ മോയിൻകുട്ടി മാഷെ കണ്ടിട്ടില്ല, കാരണം കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. തങ്ങളുടെ കൂടെ യാത്രയിലായിരുന്നു. ഇപ്പം മാഷിൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം എന്താണ്? കാരണം വിചാരിച്ചതിൻ്റെ അപ്പുറത്തെത്തിയോ അതോ വിചാരിച്ച പോലെയായോ? അൽഹംദുലില്ലാ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ടാണ് സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ സാദാത്യങ്ങൾ എല്ലാം തന്നെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഈ യാത്ര ഇവിടെ മംഗലാപുരത്തിൻ്റെ മണ്ണിൽ, കർണാടകയുടെ ഈ മണ്ണിൽ സമാപിച്ചിട്ടുള്ളത്. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ, ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ മാത്രമല്ല 3 സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു വിജയപ്രദമായ, എല്ലാ അർത്ഥത്തിലും വിജയപ്രദമായ ഒരു യാത്ര അടുത്ത കാലത്തും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ജനങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. ചോദിക്കാൻ പാടുണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ വേദികളിൽ വെച്ച് ഒന്നാം സ്ഥാനം ഏതിന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ മാഷിൻ്റെ ഉത്തരം ഏതാ? ഓരോ ജില്ലയിൽ കഴിഞ്ഞപ്പോഴും ആ ജില്ലക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ ഏതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കാന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ കർണാടക വന്ന് നോക്കുമ്പോൾ ഇവിടെ കർണാടക ജനത ഇരു കൈയിൽ നീട്ടി ആരവങ്ങളുടെ കൂടെയാണ് സ്വീകരിച്ചത്. ലക്ഷങ്ങളാണ് ഇവിടെ സമ്മാനിച്ചുള്ളത്. മൊത്തം നോക്കുമ്പോൾ സമാപനം, തുടക്കവും നന്നായിരുന്നു, സമാപനം അതിലേറെ മനോഹരമായിരിക്കുന്നു. ഇത്ര ലക്ഷങ്ങളാണ് ഇവിടെ പങ്കെടുത്തുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് സമ്മാനം ആർക്കാണെന്നൊക്കെ പിന്നീട് പ്രഖ്യാപിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് മറ്റ് ആളുകളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് യാത്ര? 10 ദിവസം ഉണ്ടായ യാത്ര? ക്ഷീണമൊന്നുമില്ല? ഒരു ക്ഷീണമില്ല. ക്ഷീണമില്ല. അതായത് ഇന്ന് അവസാനിച്ചത് 18 സമ്മേളനങ്ങളാണ്. 18 സംസ്ഥാന സമ്മേളനങ്ങൾ ഇന്ന് കണ്ടു അവസാനിച്ചു. ഇതാണ് സമസ്തയ്ക്ക് പകരമായില്ല. ലോകത്ത് തുല്യതയില്ലാത്ത പ്രസ്ഥാനം, മുബാറക്കായ പ്രസ്ഥാനം സമസ്തയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആജിക്ക ബാംഗ്ലൂരിന്റെ പ്രതിനിധിയാണ്. 10 ദിവസം ഉണ്ടോ യാത്രയില്? 10 ദിവസമല്ല, ഇടയിൽ 2 ദിവസം ഉണ്ടായിട്ടില്ല. 2 ദിവസം മുങ്ങിയോലൊക്കെ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അല്ല, അതോ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയും ഈ വേദിയും ഈ ചടങ്ങും? അനുഭവം എന്താ? ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം. ഇതിനു മുമ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കുന്നുള്ളതിന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഏതായാലും അത്ര കണ്ട് ഗംഭീരമായ ഒരു യാത്രയായിരുന്നു ഈ യാത്ര മാത്രമല്ല, അതിനോട് സ്പന്ദിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ ആ ഒരു സ്പന്ദനം ഉണ്ടല്ലോ, അതിലേറെ ഗംഭീരമായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് യാത്ര തീരുന്നതിന്റെ ഒരു സങ്കടം വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, സംസ്ഥയുടെ പ്രവർത്തനം കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയും അഭിമാനമാണ് ഈ പരിപാടി നമുക്ക് പങ്കെടുത്തപ്പോൾ കിട്ടിയത്. സന്ദേശയാത്ര അൽഹംദുലില്ലാ അല്ലാഹു തആല വിജയിപ്പിച്ചതാണ്. യാത്രയിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ എന്തെങ്കിലും ഒരു സന്ദർഭം ചോദിച്ചാൽ ഇത് പറയും? ഏറ്റവും ഉച്ച സമയത്തുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ഉച്ച സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് വിക്കായ വളണ്ടിയർമാർ അനുഭവിക്കുന്ന പ്രയാസം, പിന്നെ ട്രാഫിക്കിൻ്റെ നിയന്ത്രണം, അത്ഭുതകരമായ നിയന്ത്രണമായിരുന്നു ട്രാഫിക്കിൻ്റെ. പോലീസിൽ നിന്നും കിട്ടിയ ട്രെയിനിങ് പോലെ വളരെ മനോഹരമായിരുന്നു. ഇൻഷാ അല്ലാഹ്. ഏത് വിങ്ങിലായിരുന്നു പ്രവർത്തിച്ചത്? നമ്മളെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അല്ലല്ല, വാഹനം പിന്നെ എന്താണ് കേടാകുക അല്ലെങ്കിൽ വേറെ മാറ്റേണ്ടി വന്നാൽ അങ്ങനെയുള്ള ശ്രദ്ധ. അങ്ങനെ ഏതെങ്കിലും വാഹനം കേടുവന്നോ മാറ്റിയോ? നമ്മൾ മീഡിയ വിങ്ങിൻ്റെത്, അതുപോലെ തന്നെ സുപ്രഭാതം ടീമിൻ്റെത്. അപ്പം ചിലപ്പം മാറ്റേണ്ടി വന്നപ്പോൾ അവസാന നിമിഷം വരെ അപ്പോഴൊക്കെ ആൾക്കാർ വാഹനം തരികയാണ്. ഇന്നിപ്പം കണ്ണൂരിലൊരു സുഹൃത്താണ് പിന്നെ വാഹനം തന്നത്, ഇന്ന് അങ്ങോട്ടേക്ക് എടുത്തോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ
വാടകയില്ലാതെ തന്നെ എല്ലാം സമർപ്പിച്ച് തന്ന ഒരുപാട് ആൾക്കാർ. അതാണ് ഇത്രയും വിജയം. നമുക്ക് ഇത്രയും വാഹനം ഉണ്ടാക്കാൻ പറ്റി. അൽഹംദുലില്ലാ. 86 വാഹനമാണല്ലോ. ഓരോന്നും കേട് വരുമ്പോൾ പകരം കിട്ടാനും പകരം നൽകാനും മനസ്സ്. സത്യം പറഞ്ഞാൽ പിരിഞ്ഞു പോകുമ്പോൾ ഒരു അറവ പിരിഞ്ഞു പോകുന്ന ഒരു വല്ലാത്തൊരു ഫീൽ. തിളങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ആളാണ് റഷീദ് ഫൈസി. ഈ ഒരു പാട്ടിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? എങ്ങനെയാണ് ഈ പാട്ട് എഴുതുന്നത്? ഈ യാത്രയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ചേളാരിയിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലാണ്. നമ്മളൊന്ന് കുറച്ച് സൈഡിലായിട്ട് നമ്മളൊന്ന് മാറിക്കണം. അവിടെ ഒരു ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് മാറാം. ഓക്കെ. ഈ യാത്രയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ചേളാരിയിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലാണ് യാദൃശികമായി ഒരു സ്വീകരണ ഗാനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെടുന്നത്. ആ സമയത്ത് ആദ്യം മനസ്സിൽ വന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കവിയാണ്. ഉടനെ തന്നെ നൗഷാദ് ബാക്കവിയായിട്ട് വിഷയം ഡിസ്കഷൻ ചെയ്തു. സുഹൈൽ ഫൈസി കൂരാടിയിട്ട് സംസാരിച്ചു. അവരുടെ നിർദ്ദേശങ്ങൾക്കൊത്തുകൊണ്ടാണ് ഈ ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് തങ്ങളുസ്താദിൻ്റെ ആ സ്വീകരണം 10,000-കണക്കിന് അനുയായികളുടെ മുമ്പിലേക്ക് തങ്ങളുസ്താദ് കയറി വരുമ്പോൾ ആ പാട്ടിൻ്റെ ഇരടികൾ, അതിൻ്റെ ഒരു വല്ലാത്ത ഒരു വരികളും, അത് കൂടുതൽ എനർജി ആവുന്ന രീതിയിൽ പ്രവർത്തകർക്ക് മാത്രമല്ല മനസ്സിൽ നിന്നും മായാത്ത വരികളാണ് അതിനകത്ത് കടന്നു വന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ കൂടെ നിന്ന് നൗഷാദ് ബാക്കി വേണ്ടിയിരുന്നു. ഞാൻ 1-2 തവണ ട്രൈ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ സമയം ഞങ്ങളും അതിനാലോചിച്ചിട്ടുണ്ട്. നൗഷാദ് ബാക്കി ഉസ്താദ് ഇപ്പോൾ 2 ദിവസമായിട്ട് കിട്ടാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. മറ്റൊരിക്കൽ ഇൻഷാ അല്ലാ നമുക്കതിനൊരു അവസരം ഉണ്ടാക്കണം. വീണ്ടും നമുക്ക് ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള സമസ്തയുടെ ഗായക സംഘമായി തന്നെ നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ ഒരു പ്രത്യേക അഭിപ്രായം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ടീമിനെയൊക്കെ ഉൾപ്പെടുത്തി സമസ്തയുടെ ഒരു സ്ഥിരം ഗായക സംഘമായി മാറുന്ന രീതിയിലേക്ക് ഇൻഷാ അല്ലാ ഇതിനെ മാറ്റിയെടുക്കണം എന്ന് ഒരു അഭിപ്രായം കൂടി ആ രീതിയിലേക്ക് ഇൻഷാ അല്ലാ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും സുഹൈൽ കുരാടിൻ്റെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ടീമുകളാണ്. അവരൊക്കെ അവരുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തും. സുഹൈൽ കുരാടിൻ്റെ നേതൃത്വം അതൊക്കെ വളരെ നന്ദിയുള്ളതും അഭിനന്ദാർഹവുമാണ്. അർഹമായ പ്രതിഫലം നൽകട്ടെ. വീണ്ടും സമസ്തക്ക് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലമായി പാടാനും ജനങ്ങളിലേക്ക് സംസ്ഥയുടെ സന്ദേശം എത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരി, സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമയുടെ വരവാണത്. വരൂ, നമുക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയാലോ. പെട്ടെന്ന് സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമതൻ വരവാണതേ. സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ, ശംസുൽ ഉലമതൻ വരവാണതേ. അതിശയനായക അനുഗ്രഹജാലക അരുമന ബിപ്പേര പുൽത്താരക, സമസ്തയിൽ വാഴുക സമുന്നതരാവുക, സ്വരമിടരാതെ പാടിടാം മർഹബാ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വേദിയിൽ ഇങ്ങനെ പാടി ഇങ്ങോട്ട് കഴിയുമ്പോൾ ആളുകൾ നിങ്ങളെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ സയ്യിദുൽ ഉലമ ഇങ്ങനെ കടന്നു വരും. അപ്പോൾ ആ ഒരു പാട്ടിങ്ങനെ ആളുകൾ തിളച്ചു വരും. ആ പാടി കഴിയുമ്പോഴുള്ള ഒരു ഫീൽ എന്താ? ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ മാറി വേറെ വേറെ വേദിക്ക് എത്തുന്നതോറും ആവേശം കൂടിക്കൊണ്ടേയിരുന്നിട്ടുള്ളൂ. അതിന് അല്ല, ആദ്യമായിട്ട് നമ്മളെ മലപ്പുറത്ത് ഈസ്റ്റിൽ ഒന്നാമത് എല്ലാവരും പതാക കേന്തി പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെക്കിപ്പുറൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ആവേശം കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വല്ലാത്തൊരു എനർജി ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല വേദിയായിട്ട് തോന്നിയത് അല്ല, ഇപ്പൊ ആള് കുറച്ച് കൂടുതൽ കുറച്ചും കൂടെ ആവേശം കിട്ടിയ ഇവിടെ തന്നെയാണ്, നമ്മളെ മംഗലാപുരം തന്നെയാണല്ലേ. അപ്പൊ ഏതായാലും ഇതാണ് ആ ഗായക സംഘം. എവിടെ ആരൊക്കെ എത്ര പേരുണ്ടായിരുന്നത്? 7 ആളുകൾ അല്ലേ? എവിടെ പേരും പഠിക്കുന്ന സ്ഥാപനം? ഞാൻ മുനീർ അൻവരി, ഞാൻ പള്ളിപ്പുറം ജോലി ചെയ്യണം. ഞാൻ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ജലാലി പഠിക്കണം. ഖാജ ഹുസൈൻ ദാരബി വയനാട്, ജാമ്യ ദാറുസ്സലാമാണ് പഠിച്ചത്. ഞാൻ സുഹൈൽ ഫൈസി കൂരാട്, മൂത്തേടം ദർശനം. സുഹൈൽ ബാക്കവി വായക്കാട്, വാക്കാലൂരാണ് മദ്രസും ദർസും. നമ്മളെ ഡ്രൈവർ മുബീനുൽ ഹക്ക് ഫൈസി, ഞാൻ ഇവിടെ താന്നൂര് ഗായക സംഘത്തിന്റെ ഡ്രൈവർ. എല്ലാരും ആദ്യം എത്തിക്കേണ്ട ആളാണ്. വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ? ഏതെങ്കിലും ബുദ്ധിമുട്ടൊന്നും പ്രയാസമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ
നമ്മളെ വണ്ടിയിലെ ഒരു പ്രത്യേകത ഉള്ള ബ്ലൂടൂത്ത് ഓൺ ആക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവരെ അടിപൊളി പാട്ട് പഠിച്ചപ്പോ പാട്ട് പഠിച്ചോ? ഫുള്ള് പഠിച്ച് ഫുള്ള് പാട്ടും പഠിച്ച്, അതേപോലെ പല ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് പുതിയ പുതിയ പാട്ടുകളാണ് പ്രിപ്പറേഷൻ നടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട്. ബഷീർ ഫൈസി ഇതിന്റെ കോർഡിനേഷനാണ്, കൺട്രോളറാണ്. കൺട്രോള് തെറ്റിയോ? അതായത് മാഷാ അല്ലാഹ് കർണാടകയിൽ ഇന്ന് യാത്ര സമാപിക്കുമ്പോഴും വലിയ സന്തോഷം. മാസങ്ങളായി എടുത്ത ഒരു എഫേർട്ട് അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഇതൊരു ഏജൻസിയൊക്കെ ഏൽപ്പിച്ച് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് നടത്തിയതുപോലെ അല്ലെങ്കിൽ നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. 3.5 കോടിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? 3.5 കോടിയാണ് നമുക്ക് വാല്യൂ ഉള്ളത്. 3.5 കോടിയാണ് നമുക്ക് PR വർക്കിന് വേണ്ടിയിട്ട് സമസ്ത തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ വാല്യൂ ഉണ്ട് അതിന്. അതൊരു അസത്യമാണെങ്കിലും അതൊരു പോസിറ്റീവ് എടുക്കുകയാണ്. കാരണം നമ്മുടെ സാധാരണ പ്രവർത്തകന്മാർ 4 മാസത്തോളം ഇരുന്ന് എത്രയോ രാത്രികളിലും പകലുകളിലും മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് നമ്മുടെ സാധാരണ പ്രവർത്തകന്മാർ. പക്ഷേ ഇതൊരു പ്രൊഫഷണലിസം ഉണ്ടാകണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. അതിൻ്റെ രീതികളിൽ, സ്വീകരണങ്ങളിൽ തുടർന്ന് വന്ന ഒരു ക്ലീഷേ മാറ്റിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ 3.5 കോടി ചെലവിട്ടു എന്നൊക്കെ പറയാൻ കാരണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ആഡംബര വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഒരൊറ്റ വണ്ടി പോലും പൈസ കൊടുത്തിട്ടെടുത്തിട്ടില്ല. ഇപ്പോൾ കർണാടകയിൽ 5 വണ്ടി തന്ന ആളുണ്ട്, 4 വണ്ടി തന്ന ആളുണ്ട്. വാഹന ഡ്രൈവറൊന്നും വേണ്ട, നിങ്ങൾ വണ്ടി തരുന്നു അങ്ങനെ പറഞ്ഞ എല്ലാ വണ്ടിയും സൗജന്യമായിട്ടാണ് ഓടിയിട്ടുള്ളത്. സയ്യിദുൽ ഉലമ സഞ്ചരിച്ച വാഹനം അതിന്റെ മുതലാളി തന്നെയാണ് അത് ഓടിച്ചുകൊണ്ടിരുന്നത്. അയാള് ഗൾഫിൽ ബിസിനസ്മാൻ. അയാളിപ്പോ അയാളെ കൂട്ടാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറോടൊപ്പം ഒന്ന് കയറ്റിപ്പോയി അദ്ദേഹത്തെ. അങ്ങനെ ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ 1 രൂപ പോലും ഇതിന് വണ്ടിക്ക് വാടക കൊടുത്തിട്ടില്ല. ഇത് സത്യമാണ് ഈ പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആഡംബര വാഹനങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ചെലവുണ്ടായി എന്ന് പറയുന്നത് വെറുതെ പറയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഭക്ഷണം ഏർപ്പെടുത്തിയത് ഓരോ ജില്ലാ കമ്മിറ്റിയും അവിടുത്തെ ആളുകൾ അവിടെ ഭക്ഷണം ഏർപ്പെടുത്തുമായിരുന്നു. താമസ സൗകര്യങ്ങൾ സയ്യിദുൽ ഉലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപൂർവമായിട്ടാണ് നമ്മൾ ഹോട്ടലിലൊക്കെ, അത് സാധാരണ പള്ളികളിൽ ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തേക്കുള്ള ഒരു കവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രഭാതത്തെ പോലെയുള്ള നമ്മുടെ മീഡിയകളെല്ലാം അതിമനോഹരമായ ദൃശ്യചാരുതകൾ ഒരുക്കിയപ്പോൾ അതിൻ്റെ വിഷ്വലൈസേഷൻ മനോഹരമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ 3.5 കോടി എന്നൊക്കെ പറഞ്ഞത്. അത് നുണയാണെങ്കിൽ നമ്മളത് പോസിറ്റീവായി എടുക്കുകയാണ്. ആ വാല്യൂ നമുക്കുണ്ട്. ഇനി ആരാ മറ്റേ ഏത് വിങ്ങിലായിരുന്നു? മാഷാ അല്ലാഹ് ബഹള ആവേശം. ഏത് വിങ്ങിലായിരുന്നു? എന്ത് യാത്ര സ്ഥിരാംഗമായിരുന്നു? അല്ല, യാത്ര സമ്മേളനം. ഓക്കെ കർണാടക അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ആ പ്രവാസി ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് കാര്യങ്ങളൊക്കെ ഏത് വിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നു? തുടക്കത്തിൽ തന്നെ വരാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ പകുതിയിൽ നിന്ന് യാത്രയിൽ പങ്കെടുത്തു. ഇതുവരെ സമാപനം മംഗലാപുരത്ത് എത്തുന്നവരെ അതിഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തങ്ങളുടെ ഈ യാത്ര സമസ്തയുടെ ചരിത്രത്തിൽ ഇനി തങ്കലിപികൾ വെക്കേണ്ട രീതിയിലുള്ള യാത്ര ആയിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് എല്ലായിടത്തും ഏറ്റവും നല്ലൊരു അനുഭവം പറയൂ. അതായത് എനിക്ക് അനുഭവപ്പെട്ടത് ഈ സമസ്തയെ ആളുകൾ, പൊതുജനങ്ങൾ നെഞ്ചിലേറ്റി എന്നതിൻ്റെ അവരുടെ മുഖത്ത് കാണുന്ന രീതിയിൽ ആളുകൾ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടായത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, ഗൾഫ് സുപ്രഭാതത്തിന്റെ പ്രവർത്തനമൊക്കെ ഉഷാറായിട്ട് പോയില്ലേ? ക്യാമ്പയിൻ നന്നായിട്ട് പോയില്ലേ? തീർച്ചയായിട്ടും ഗൾഫ് സുപ്രഭാതം എത്ര പേര് കിട്ടിയിട്ടുണ്ടാവും? എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രിപ്ഷൻ എല്ലാ ചാനൽ, യൂട്യൂബ് ആണെങ്കിലും ആളുകളുടെ സപ്പോർട്ട്, അത്യാവശ്യം സപ്പോർട്ട് അൽഹംദുലില്ലാഹ് എല്ലാ ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. UAE നാഷണൽ എസ്കേസഫിന്റെ പ്രതിനിധി എന്നുള്ള നിലക്കും അൽഹംദുലില്ലാഹ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ഈ സംഘത്തോടു കൂടെ, ബഹുമാനപ്പെട്ട തങ്ങളോട് കൂടെ അനുഗമിക്കാൻ കഴിഞ്ഞു. വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. സലാം ബാക്കവി ഉസ്താദും കൂടി ഈ ഒരു അനുഭവം പങ്കുവെച്ച് ചേരുകയാണ്. താങ്കൾ എങ്ങനെയുണ്ട്? ഒരു യാത്ര ക്ഷീണമുണ്ടോ? ക്ഷീണം എന്നുള്ളത് അറിയാത്തൊരു ക്ഷീണമാണ്. കാരണം ക്ഷീണം ഉണ്ടെങ്കിൽ പോലും അതൊന്നും അറിയാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. യാത്രയുടെ ആ ഗാംഭീര്യവും ഈ പ്രൗഢവും കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെയുള്ള നമ്മുടെ ഈ യാത്ര എന്നുള്ളത് ഒരു ചരിത്രത്തിലെ ഒരു അധ്യായമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നല്ലൊരു വിഭാഗമാണ് നമ്മുടെ ഈ സന്നദ്ധ സേവക സംഘം എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ത്യാഗം സയ്യിദുൽ ഉലമ എപ്പോഴും സ്മരിക്കുന്നത് പോലെ
അവരെ ത്യാഗം നമുക്ക് എങ്ങനെയാണ് അതിന് അവർ നന്ദി അർപ്പിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. നമുക്കറിയാമല്ലോ, സമസ്തയുടെ ഏത് പരിപാടിയാണെങ്കിലും അവരുടെ സഹായം ഒരു പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഇത് അവരൊരു സേവനമായിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. എന്നാൽ അവരാ ഓട്ടവും ആ നിയന്ത്രണവും ഒക്കെ കാണുമ്പോൾ അതൊരു പലരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും അത് വളരെ സമ്മതിച്ചുകൊണ്ട് അവരെ അനുവദിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത്രത്തോളം അവരുടെ ആ ഒരു നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവർ നെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കും പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. എത്തേണ്ട സ്ഥലങ്ങളിൽ എല്ലാ ജംഗ്ഷനിലും അവരെത്തി കാണുകയാണ്. അത് എവിടുന്നാണ് അവിടെ എത്തിപ്പെടുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. പിന്നെ കൃത്യമായി ആ ഓരോ വഴി തിരിക്കുന്നതും ഇതൊക്കെ തന്നെ വളരെ വിസ്മയം തന്നെയാണ് നമ്മുടെ യാത്ര. അതിൽ നല്ലൊരു പങ്ക് നമ്മുടെ സേവന സംഘം തന്നെയാണ് എന്നുള്ളത് തർക്കമില്ല. ഉസ്താദേ, എങ്ങനെയാണ് ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ പറ്റുന്നത്? ഉസ്താദിന്റെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള ദുഃഖമാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. സത്യത്തിൽ ക്ഷീണമോ വിഷമങ്ങളോ ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്ത് ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ വർദ്ധിത വീര്യവും വർദ്ധിത ഊർജവുമാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ചും നമ്മുടെ കൂടെയുള്ള ഈ ടീം വല്ലാത്തൊരു സംഘമാണ്. 100% അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് കിടന്ന് ഉറക്കവും ഊണും ഒന്നും വകവെക്കാതെ പ്രവർത്തിച്ച ഒരു ടീം. അതിൻ്റെ ഫലമായി അവരുടെ ആ വളരെ ശാസ്ത്രീയവുമായി അവർക്കൊക്കെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ക്യാപ്റ്റന്മാർ നൽകി വളരെ കൃത്യമായി നമ്മളെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന നമ്മളെ നെഗറ്റീവായി കണ്ടിരുന്നവർ പോലും വളരെ പുകഴ്ത്തി എഴുതിയതൊക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഇത് സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്നൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ശരിയാണോ അല്ലേ എന്നുള്ളതല്ല, ആ ഒരു അർത്ഥത്തിൽ പുറത്തുനിന്ന് പോലും വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഈ വിഖായ ടീമും നമ്മുടെ മീഡിയ വിങ്ങും നിങ്ങളെപ്പോലെയുള്ള പ്രസ് വിങ്ങും ഒക്കെ വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ, അത്രേ പറയാനുള്ളൂ. നമുക്ക് മറ്റൊരു അവസരം കാണാം. യമാനി ഈ വിക്കായ ടീമിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വിക്കായയുടെ ക്രോഡീകരണം, പ്രവർത്തനം? ഇവരൊരു അത്ഭുതം കേട്ടോ, ഒരു രക്ഷയില്ല. തീർച്ചയായും വിക്കായയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തൗഫീഖായിട്ടാണ് കാണുന്നത്. കാരണം ഈ യാത്ര എത്ര ആയിരങ്ങളാണ് പങ്കെടുത്തതെന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഈ യാത്ര ഓരോ ജില്ലയിലും എത്തിച്ചേർന്നപ്പോൾ നമുക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നോടൊരു യാത്ര കഴിഞ്ഞ് യാത്രയിലുള്ളൊരു സയ്യിദ് പറഞ്ഞു, ഒരു ചെറിയ പ്രയാസം പോലും ഉണ്ടായില്ല, അതിൽ വിക്കായയുടെ സേവനം വലുതാണ്. ഞാൻ പറഞ്ഞു, അതിന് ഒരേ ഒരു ആധാരമേ ഉള്ളൂ. മഹാനായ സയ്യിദുൽ ഉലമയുടെ ഓരോ കേന്ദ്രങ്ങളിലെയും പ്രഭാഷണങ്ങളുടെ മേറ്ററുകൾ വ്യത്യസ്തമായിരുന്നു. സയ്യിദുൽ ഉലമയുടെ പ്രഭാഷണങ്ങളിൽ വ്യത്യസ്തമില്ലാത്തൊരു മേറ്റർ വിക്കായക്ക് വേണ്ടി എല്ലാ വേദിയിലും ദുആ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഒരു പ്രതിസന്ധിയുമില്ലാതെ ഇത് ഈ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചത്. ഇവിടെ 2000-ഓളം വിക്കായ പ്രവർത്തകരാണ് SKSF-നുള്ള അല്ലേ? ഇവരെ ഒരു 45 പേര് പ്ലസ് 15 പേര് നമ്മൾ ഷോർട്ട് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ യാത്രയെ നമ്മൾ ആദ്യം ഇരുന്നൊന്ന് വിലയിരുത്തിയപ്പോൾ നമ്മളുടെ ഓരോ ജില്ലയിലും നമുക്ക് 2000-ലേറെ വിക്കായ വളണ്ടിയേഴ്സ് ഉണ്ട്. അത് വ്യത്യസ്ത ജില്ലയിലെ എണ്ണങ്ങൾ വ്യത്യസ്തമുണ്ട്. പക്ഷേ അവരെ ഫുൾ ടൈം സേവകരായി അതിൽ നിന്ന് ജോലിയൊക്കെ മാറ്റിവെച്ചും പോരാൻ പറ്റുന്ന ഒരു 50ഓളം ആളുകളെ സെലക്ട് ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുകയും 15ഓളം വരുന്ന ആളുകൾ പ്രായം ചെന്ന ഉസ്താദുമാരെയും സയ്യിദുൽ ഉലമക്കും സേവനം ചെയ്യാൻ വേണ്ടി വേറെയും തിരഞ്ഞെടുക്കുക എന്ന ഒരു ഇലാഹിയായ ഒരു തൗഫീഖ് എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നതാണ്. പക്ഷേ അതിലുണ്ടായ ഒരു സങ്കടമെന്ന് പറയുന്നത് SKSF-നെയും സമസ്തയെയും വിക്കായെയും മനസ്സിലാക്കിയ ആളുകൾ, അതല്ലാത്ത ആളുകളുടെ പ്രതികരണമാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടൊരു ടീമിനെ ഇറക്കിയെന്ന് പറയുന്നുണ്ട്. 100% അത് വാസ്തവ വിരുദ്ധമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചവരാണ് എൻ്റെ ചുറ്റും കാണുന്ന ഈ പ്രവർത്തകർ. അവരുടെ സേവനങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഫക്രുദ്ദീൻ തങ്ങൾ കൂടി ചേരുന്നുണ്ട്. തങ്ങളെ വരി, നിങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കാന്നാണ് എല്ലാവരും പറയുന്നത്. മുഖത്തൊക്കെ ഒരു ക്ഷീണമുണ്ടോ? ഇല്ല, ഒരു ക്ഷീണമില്ല, അൽഹംദുലില്ലാ. എങ്ങനെ കുറച്ച് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ PRO എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങനെ കേട്ടിരുന്നല്ലോ നമ്മൾ. ശരിക്കും PRA ആണ്, പടച്ച റബ്ബിൻ്റെ പിന്നെ അള്ളാഹുവിൻ്റെ സഹായം, അനുഗ്രഹം. അതാണ് PRO എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് എന്നാക്കിയാൽ മതി. അപ്പോൾ ഒക്കെ ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ വിഖായൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
ഒരു പുതിയൊരു മോഡൽ, ഇത്രയും വണ്ടികൾ ഇത്രയും ആളുകളുമായിട്ടൊരു യാത്ര നടത്തുമ്പം മറ്റുള്ള യാത്രക്കാർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ഏത് ടൗണുകളിലും എങ്ങനെ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന റോൾ മോഡൽ നമ്മുടെ ഈ വിക്കായുടെ ടീം അൽഹംദുലില്ലാഹ് ഇവിടെ ഈ യാത്രയിലൂടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, ഉസ്താദുമാരൊക്കെ ആയിരങ്ങൾക്കിടയിൽ നിന്ന് അവർക്കൊരു പ്രയാസവുമില്ലാതെ അവരെത്തിക്കാൻ വളരെ സമഗ്രമായ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ഈ പ്രവർത്തകന്മാരൊക്കെ നിർവഹിച്ചത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. ഇവര് തിരിച്ച് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല, തങ്ങൾ ഉസ്താദിന്റെ ദുആ, നമ്മുടെ ഉലമാക്കളുടെ ദുആ, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഫീൽ ചെയ്തതോ നിങ്ങൾ കണ്ട കാഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ഇപ്പം നമ്മൾ 45+15 ആ അനുഭവത്തിൽ നമുക്ക് ഓരോ ജില്ലയിലും നമ്മൾ എത്തുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരായ നമ്മുടെ വിക്കായൻ്റെ പ്രവർത്തകർ അതാത് ജില്ലകളിൽ അവർ അശ്രാദ്ധ പരിശ്രമം നടത്തിയതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പരിപാടി ഏറ്റവും കൂടുതൽ വിജയിക്കാനുള്ളൊരു കാരണം. ഞങ്ങളുടെ കൂടെ വിക്കായ ആക്റ്റീവിംഗുള്ള ആളുകൾ 45 കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും ഓരോ ജില്ലയിലും അത്രത്തോളം പണിയെടുത്തതുകൊണ്ടാണ് നമ്മളുടെ ഈ വിജയങ്ങളുടെ ഒന്നാമത്തെ കാര്യം. സോപ്പി അദ്ദേഹം ഒരു ഫോണിലാണ്, അല്പസമയം കഴിഞ്ഞ്. ഇപ്പൊ വേറെ ആരെങ്കിലും ഒരു അനുഭവം? ചെയർമാനാണ് വർക്ക് ചെയർമാൻ. അൽഹംദുലില്ലാഹ് ഈ ഒരു 45+15 എന്ന് പറഞ്ഞ സംഘത്തിനെ സെലക്ട് ചെയ്ത് തന്നെ ഒരു വലിയൊരു കടമ്പയായിരുന്നു ആദ്യത്തെ ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2253 അംഗ 4 ബാച്ച് വരെയുള്ളവരിൽ നിന്നും ഈ പറഞ്ഞ 60 പേരെ സെലക്ട് ചെയ്യാനും അതിനുശേഷം 5ാം ബാച്ച് പുതിയതായിട്ട് കഴിഞ്ഞ മാസം ഈ മാസം ഡിസംബർ തുടക്കത്തിൽ വരികയും ചെയ്തു. അത് 718 പേര് വരികയും ചെയ്തു. അതിൽ നിന്നും അതായത് മൊത്തം 3000-ഓളം വരുന്ന ആക്റ്റീവിംഗ് പ്രവർത്തകരിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ 60 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു കടമ്പ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് സമിതിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും അൽഹംദുലില്ലാഹ് ഇവരുടെ ഒരു അനുഭവം അല്ലെങ്കിൽ ഇവരുടെ ഒരു സേവനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും പോയി കിടക്കുന്നത് ചിലപ്പോൾ 1 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ 3 മണിക്കോ ആയിരിക്കും. എങ്കിലും രാവിലെ ഒരു 7 മണിക്കും 6:30-ക്കൊക്കെ ഇവർ റെഡിയായിട്ട് എല്ലാം പക്കായിട്ട് എല്ലാത്തിനും ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇവരുടെ സേവനം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുമ്പോഴേക്കുമാണ് നമുക്കൊരു ഇത് തോന്നുന്നത്. സയ്യിദുൽ ഉലമ നമുക്ക് വേണ്ടി എത്രയോ പ്രാർത്ഥിച്ചു. അതിനേക്കാൾ ഉപരി അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും മറ്റുള്ള ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ പോകുമ്പോഴേക്കും ഓരോരുത്തർ പറയുന്നതും പൊതുജനങ്ങൾ പറയുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാവരും. നമുക്ക് നമ്മുടെ ജിഫ്രി തങ്ങളുടെ ഒപ്പി എന്ത് പറയുന്നു ഇപ്പൊ ഒരു സമ്മേളനം കഴിഞ്ഞ ഒരു സമയം? അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ ഒരു വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. 10 ദിവസമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് കർണാടകത്തിലെ മംഗലാപുരത്ത് സമാപിക്കുന്ന ഈ യാത്ര ഏറെ സന്തോഷകരമാണ്. ഒട്ടേറെ യാത്രകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആവേശവും മാത്രമല്ല ജനങ്ങൾ വന്നു ചേരുന്നത് ഉൾപ്പെടെയുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാത്തിലും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നതാണ്. ഒപ്പം നമ്മളുടെ പ്രിയപ്പെട്ട വിഖായയുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ വിഖായ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് സന്നദ്ധ മേഖലയിൽ വേറിട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു സംവിധാനമാണ് വിഖായ. വിഖായയ്ക്ക് ശേഷമാണ് കേരളത്തിലെ മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഈ സന്നദ്ധ സേവന രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഖായ ഒരു പുതിയ ചരിത്രം തീർക്കുന്നു. സയ്യിദുൽ ഉലമയുടെ യാത്രയോടുകൂടെ സ്പെഷ്യൽ വിഖായ ഘാട് ഇവിടെ സംഘടന രൂപീകരിക്കാതെ തന്നെ രൂപപ്പെടുന്ന ഒരു തരത്തിലേക്ക് 100ാം വാർഷികത്തോടുകൂടെ രൂപീകരിക്കാതെ തന്നെ രൂപപ്പെടുന്ന ഒരു തരത്തിലേക്ക് മാറിയത് ഈ സന്നദ്ധ സംഘത്തിനുള്ള അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കൊരാളെ കൂടി നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ജിഫ്രി തങ്ങളുടെ ഒരു ഡ്രൈവർ ഹാരിസിനെ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിരുന്നു. ഹാരിസിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡ്രൈവർ വന്നു എന്നുള്ളതാണ്. ഹാരിസ്ക പോകുന്നോ? എങ്ങനെയുണ്ട് ഹാരിസ്ക? നമ്മളെ പ്രേക്ഷകരൊക്കെ ചോദിച്ച ഒരാളാണ്, ആരാണ് ഈ ഭാഗ്യവാനായ ഡ്രൈവർ? അപ്പൊ ഞാൻ പറയും, എന്നോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡ്രൈവർ അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. തങ്ങളുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് തങ്ങളുടെ കൂടെയുള്ള ഒരു 10 ദിവസത്തെ ഒരു യാത്രയുടെ അനുഭവം എന്താ? അൽഹംദുലില്ലാഹ് ആദ്യം ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. തങ്ങളെ കൂടെ എനിക്ക് ഈ 10 ദിവസം തങ്ങളെ കൂടെ ഡ്രൈവറായിട്ട് സേവനം ചെയ്യാൻ കിട്ടിയ ഇതൊരു എൻ്റെ ഒരു
ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. അൽഹംദുലില്ലാ, തങ്ങളാണെങ്കിൽ ഏത് നിമിഷവും കിതാബ് എടുത്ത് കിതാബ് നോക്കുക, അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പിന്നെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ക്ഷീണമുണ്ടോ എന്ന്. അൽഹംദുലില്ലാ, ഒരു ക്ഷീണം ഇവിടെ എത്തുമ്പോഴേ ഒരു ക്ഷീണം അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ വിക്കാൻ്റെ വളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യുന്ന ആൾക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു. നിരന്തരം ഈ ആൾക്കൂട്ടമൊക്കെ സദസ്സിലേക്ക് കയറുമ്പോൾ വലിയ ഓഡിയൻസും തിക്കും തിരക്കും, അപ്പോൾ ഇങ്ങനെ ഹോണടി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറയും ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഹോർണടിക്കരുത്. പക്ഷെ നമുക്ക് ഹോർണടിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ടയറോ ഇതോ അവരെ കാലിലോ ഇതോ കയറരുതെന്ന് വെച്ചാൽ നമ്മൾ ഹോർണടിക്കുക. പക്ഷെ എന്നോട് പറയും, എന്നോട് ഇങ്ങനെ തട്ടുവിടെ ഹോർണടിക്കണ്ട. പക്ഷെ ഹോർണടിക്കാതെന്ന അവരിങ്ങോട്ട് കയറും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ട്. സെലിബ്രിറ്റി ഇൻഷാ അല്ലാഹ് സമസ്തനെ സ്നേഹിച്ച അതിൻ്റെ ബർക്കത്ത് ഇൻഷാ അല്ലാഹ്, ആത്മാർത്ഥമായി സ്നേഹിച്ച അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, വീണ്ടും കാണാം. അപ്പോൾ ഇതാണ് ഇവർ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വേദിയിൽ നിന്നുള്ള കാര്യം. സമ്മേളനം ഉഷാറായ? അടിപൊളിയായ. ഓക്കെ, SPGയുടെ അംഗങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല. അതോടൊപ്പം തന്നെ മീഡിയയുടെ പ്രവർത്തകരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. മീഡിയയുടെ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. SPG ഓക്കെ, നമ്മൾ ഒന്ന് വെളിച്ചത്തോട്ട് നമുക്കൊന്ന് ഇവിടേക്ക് വരാം. നമുക്ക് അതോടൊപ്പം തന്നെ SPGയുടെ ഒരു ടീം കൂടി നമ്മുടെ ഉണ്ട്. അയ്യൂബ് മുട്ടലുണ്ട്, സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ നാളേക്ക് സമസ്ത പരുവപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഒരു വലിയൊരു അടയാളം, പുതിയ ടെക്നോളജി, പുതിയ തലമുറ, പുതിയ പ്രവർത്തന ശൈലികൾ, ഇതൊക്കെ കാണുമ്പം SKSF-നാണ് ഇതിൽ ഒരുപാട് ചെയ്യാനുള്ളത്. എന്താണ് പുതിയൊരു ജൻസി കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആ ജൻസി സമൂഹത്തെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ അവരെങ്ങനെയാണെന്നും അവരുടെ രീതിശാസ്ത്രം എന്താണെന്നും അവരോട് ഇടപെടേണ്ട രീതി എങ്ങനെയാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ ക്രിയാത്മകമായ നല്ല ഇടപെടലുകൾ തീർച്ചയായും SKSF-ന് നടത്താൻ കഴിയുന്നുണ്ട്. ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനവും ആലോചനയും. തീർച്ചയായും SKSF നടത്തിയ വിദ്യാർത്ഥി സമ്മേളനം പോലുള്ള വലിയ സമ്മേളനങ്ങൾ, പിന്നെ കാലിക സമൂഹത്തിൻ്റെ കൗമാര സമൂഹത്തെ എങ്ങനെയാണ് SKSF കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു അടയാളമായി നമുക്ക് വിദ്യാർത്ഥി സമ്മേളനത്തെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സംഘടന എപ്പോൾ വിളിച്ചാലും കൃത്യമായി വരാനും അതിലിടപെടാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ ടെക്നോളജിക്കൽ മേഖലയിലായാലും ഇൻ്റലക്ച്വൽ മേഖലയിലും കുറേ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാനും പറയാനുള്ളത്. തീർച്ചയായും താങ്ക് യു. നമുക്ക് SPGയുടെ ടീം SPG വിളിക്കോ? SPG ഗോഡ് അവരെ കൂടി മീഡിയ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീഡിയയുടെ ഒരു ടീം ഇവിടെ, ശക്തമായ ഒരു ടീം നമ്മുടെ നാസറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, മുബാറക്കിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മീഡിയയുടെ ഒരു ടീം കൂടി നമ്മുടെ കൂടെ ഉണ്ട്. മീഡിയയുടെ കൺവീനറാണ് നവാസ്. നാസറിന്റെ ഫോട്ടോകളാണ് പുറത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല ഫോട്ടോകൾ. നാസർ മാത്രമല്ല, പരിചയപ്പെടുത്തിക്കോ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മളെ കൂടെ സുഹൈൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ 2-3 ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാറിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സുറൂറാണ് ഇതിന്റെ ചെയർമാൻ അല്ലേ? സുറൂർ വാ. പിന്നെ നമ്മള് കണ്ണൂരിലെ ടീമുകൾ, പിന്നെ വേറെ ടീമുകളൊക്കെ ഉണ്ട്. കണ്ണൂരിലെ നമ്മളെ മുബാറക്ക്, അങ്ങനെ കുറെ ആളുകൾ. നവാസേ, സുറൂർ പരിചയപ്പെടുത്തും. സുറൂർ എവിടെ? സുറൂർ പോയാ? ഓക്കെ, നമുക്ക് ഈ വെളിച്ചത്തോട്ടൊന്ന് നിൽക്കാം. നമുക്ക് ഈ വെളിച്ചത്തോട്ടൊന്ന് മാറി നിൽക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു വർക്കുകളൊക്കെ? എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തെല്ലാം നടപ്പിലാക്കിയത്? അൽഹംദുലില്ലാ, ഏകദേശം ശതാബ്ദി യാത്ര തുടങ്ങുന്നതിൻ്റെ 4 മാസം മുമ്പ് മീഡിയൻ്റെ സ്റ്റാഫായിട്ട് എന്നെ മോയിൻകുട്ടി മാഷിൻ്റെ നേതൃത്വത്തിൽ ചേളാരി ഓഫീസിൽ നിയമിച്ചു. അതിനുശേഷം അൽഹംദുലില്ലാ ഈ ശതാബ്ദി യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകളും സ്റ്റാറ്റസ് വീഡിയോകളും ആനിമേഷൻ വീഡിയോകളും പല SKSF-ൻ്റെയും സൈബർ വിങ്ങിൻ്റെയും നേതൃത്വത്തിലുള്ള പല പ്രവർത്തകന്മാരോടും നമുക്ക് ചെയ്തിട്ട് ഇതിനു വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ശതാബ്ദി യാത്രയ്ക്കുള്ള മീഡിയ ടീമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളെ അല്ല
ഈ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ പുറത്തിലേക്ക് ആരെയും ഇതിൽ ക്ഷണിച്ചിട്ടില്ല. ഇതിൽ നമ്മുടെ വീഡിയോഗ്രാഫറായിട്ടും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ടെക്നിക്കൽ പരമായിട്ടെല്ലാം നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ടീം തന്നെയാണ്. ആ ടെക്നിക്കൽ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ SKICRൽ വീഡിയോ ചെയ്യുന്ന ലൈവ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റർ ഡിസൈനായിട്ട് ഒരുപാട് മുച്ചാലിമുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാനുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാൻ നമ്മുടെ സൈബർ വിങ്ങിൻ്റെ ടീം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടിയെ ഏറ്റവും കളർഫുള്ളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സൈബർ വിങ്ങിലുള്ള പ്രവർത്തകർ അവരുടെ നല്ല നല്ല കണ്ടൻറ്റുകളും അതുപോലെ തന്നെ അവരുടെ മികച്ച രീതിയിലുള്ള ഡിസൈനിങ്ങുള്ള പോസ്റ്ററുകളൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ശ്രദ്ധേയമാകുന്ന രീതിയിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടന്റുകളും ഓരോ ഫോട്ടോകളും ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ അറിയോ, 3.5 കോടി രൂപ PR വാങ്ങിയ ആളുകളാണ് ഈ നമ്മളൊക്കെ. കിട്ടിയെന്നുള്ള അടിസ്ഥാനം കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനം നമ്മൾ അത്രയും സെറ്റപ്പാക്കി ചെയ്തതാണല്ലോ. മാഷാ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകും കാര്യത്തിലൊക്കെ. കാരണം വെച്ചാൽ നമുക്ക് അത്ര പൈസ കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ ഉഷാറായി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പൈസ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംവിധാനം വളരെ ഉഷാറാണ്, അത് എല്ലാവരിലേക്ക് എത്തുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. ലൈവൊക്കെ കോർഡിനേറ്റ് ചെയ്തത് തങ്ങളാണ്. തങ്ങളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുടുങ്ങിയോ അല്ലെങ്കിൽ എത്തുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ ആ വേദിയിലേക്ക് എത്തുക, ഇതായിരുന്നു നമുക്കൊക്കെ വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ? ചെറുതായിട്ട് വണ്ടിൻ്റെ ബ്ലോക്കുകളും അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ വിചാരിച്ച ടൈമിനെക്കാട്ടിയും കുറച്ച് വൈകിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വണ്ടിന്റെ മുകളിൽ കയറി നിന്ന് വൈറലായ ഒരാളുണ്ട്. ആളെവിടെ? വാജി കേടുവാ. വാജി പല തവണ വണ്ടിയുടെ മുകളിൽ ട്രാവലറിന്റെ മുകളിൽ നിൽക്കുന്ന എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു മോളിൽ കയറിയപ്പോ? ഇല്ല, മുസ്തഫ നിർബന്ധിച്ചു മുസ്തഫ ഭീഷണിപ്പെടുത്തും. സ്വാഭാവിക അങ്ങനൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രെയിം അങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കാം. അതിന് ചിന്തിച്ചു, നല്ലൊരു ഫ്രെയിം അങ്ങനെ കിട്ടുമെന്ന് തോന്നി, കയറി. ആശയം തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്കിങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ നമ്മുടെ നവാസും കൂടി പറഞ്ഞതാണ് നമുക്ക് നല്ല ഔട്ട്. കാരണം വെച്ചാൽ അടിയിൽ നിന്ന് നമ്മൾ ഫ്രെയിം കൊടുക്കുന്നത് ഹൈറ്റ് കയറി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളാണ് നോക്കുന്നത്. ഈ ആളുകളെ ഷൂട്ട് ചെയ്യുന്ന ആൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ മേലെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മെച്ചണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മികച്ച രീതിയിലുള്ള സ്റ്റാറ്റസ് വീഡിയോകൾ പ്രത്യേക രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റാറ്റസ് വീഡിയോകൾ ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഹിന്റെ SR മൂവ്മെന്റ് എന്ന് പറയുന്ന ഷാഹിന്റെ ടീമാണ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത്. ഷാഹിൻ ഒരു നാണക്കാരനാണ്. ഷാഹിൻ വന്നപ്പോ കറണ്ടും പോയി. ഓക്കെ, കുഴപ്പമില്ല. ഷാഹിനെ നമ്മൾ മുമ്പ് ഒരു അഭിമുഖത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഒരു ഡ്രൈവർ ഒരാളെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ആള് നമ്മുടെ കണ്ണിന് മുമ്പ് ഒന്ന് പെട്ടെന്ന് മാറി. നമ്മുടെ SPGയുടെ ടീമിനിരുന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്നു. നമ്മൾ ഒരു തവണ അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തതാണ്. SPGയുടെ ടീം, നിങ്ങളുടെ SPG ടീമിനെ വിളിക്കാവോ? നമ്മൾ അവസാനിപ്പിക്കുക. SPG ടീം ഉണ്ടോ? ഒന്ന് വിളിക്കോ. SPG നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ നഗരി അവസാനിക്കുകയാണ്. SPGയുടെ ടീം അവിടെ ഒരു മീറ്റിങ്ങോ മറ്റോ ആണ്. ഏതായിരുന്നാലും നമ്മൾ അവരെ മുമ്പ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതാണ്, എടുത്തതാണ്. ഈ സമ്മേളന നഗരി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ദിവസം സുപ്രഭാതത്തോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ടായി. സുപ്രഭാതത്തെ സ്നേഹിച്ചു, ഞങ്ങളുടെ റിപ്പോർട്ടിങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങളും അധിക ആളുകളും സുപ്രഭാതത്തിലില്ല. ഞങ്ങൾ കേവലം 7 പേര് മാത്രമാണ് സുപ്രഭാതത്തിൻ്റെ ടീമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പത്രത്തിൽ നിന്ന് 3 പേരും വിഷ്വൽ ഓൺലൈൻ വിഭാഗത്തിൽ നിന്ന് 7 പേരുമാണ് ഇവിടെ സേവനം ചെയ്തത്. അത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മുടെ SPG ടീം, കാരണം ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു തിക്കും തിരക്കും ഒക്കെ നിയന്ത്രിക്കേണ്ടി വന്ന SPGയുടെ ടീം ക്യാപ്റ്റൻ ആരെങ്കിലും ഉണ്ടോ? യെസ്, പേര്? ആനമൂളിയുടെ ഏത് ജില്ല? പാലക്കാട് ജില്ലയിലെ തെങ്കര മേഖലയിലെ ആനമൂളി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കാണുക? സത്യം പറയട്ടോ, നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പേടിയായിരുന്നു. ആദ്യം ഇവരുടെയൊക്കെ ഒരു
SKSF ആണെന്നറിയാം, പക്ഷേ നിങ്ങളുടെ ഒരു ഗെറ്റപ്പും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു മസിൽ പിടുത്തവും, നമ്മൾ കന്യാകുമാരി ആദ്യം ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ യൂണിഫോം പരിചയപ്പെടുന്ന ഘട്ടമുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഇവർ എങ്ങനത്തായിരിക്കും ഇവരുടെ രീതി എന്നൊക്കെ ഉള്ളത്. പിന്നെയാണ് സാധുക്കളാണ് നമ്മളെപ്പോലത്തെ ആളുകളാണ് മനസ്സിലാക്കുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ പോലീസുകാരും മനുഷ്യരാണല്ലോ എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം? അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട 10 ദിവസത്തെ ആദ്യമായിട്ടാണ് ആയിരിക്കും പലവരും 10 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെ. പ്രവാസം മറ്റ് കാര്യങ്ങൾ ഒഴിക്കെ ബാക്കി ഇത്തരം ഒരു അനുഭവം ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. 10 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ട് നിരന്തരം സേവന സന്നദ്ധരായിട്ട് നമ്മളാക്കിയ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ശതാബ്ദി സന്ദേശയാത്രയുടെ ഒരു ഭാഗമായതിൽ എല്ലാവർക്കും അതിയായ സന്തോഷവും അതുപോലെ തന്നെ എല്ലാവിധ വെവ്വേറെ അനുഭവങ്ങളും എല്ലാമാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്.